केरल के भाइयों बहनों, केरल में 3 खेमे पड़े हुए हैं। एक कम्युनिस्टों का, दूसरा कांग्रेस और मुस्लिम लीग का, और तीसरा एनडीए का खेमा हुए। കേരളത്തില് 3 മുന്നണികളാണുള്ളത്. ഒന്ന് കമ്മ്യൂണിസ്റ്റുകാരുടേത്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും, രണ്ടാമത് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും, അതുപോലെ തന്നെ എൻഡിഎയുടെ സഖ്യം. भाई और बहनों, दुनिया में कम्युनिस्ट समाप्त हो गए हैं, देश में भी कम्युनिस्ट समाप्त हो गए हैं और कांग्रेस देश में समाप्त हो गई है। आने वाला समय भारतीय जनता पार्टी का है। സുഹൃത്തുക്കളെ, ലോകത്ത് കമ്മ്യൂണിസം അസ്തമിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജ്യത്തും അസ്തമിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അസ്തമിച്ചിരിക്കുകയാണ്. ഇനി വരുവാൻ പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നാളുകളാണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ये चुनाव में शोभा जी को सांसद बनाने के साथ साथ कई सारे काम होने वाले हैं। ഈ തെരഞ്ഞെടുപ്പില് ശോഭാജിയെ പാർലമെന്റ് മെമ്പറാക്കുന്ന അവസരത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ പോവുകയാണ്. भाई और बहनों, ये चुनाव शोभा जी के सांसद बनते ही तीसरी बार नरेंद्र मोदी को प्रधानमंत्री बनाने का चुनाव है। സുഹൃത്തുക്കളെ, ഈ തെരഞ്ഞെടുപ്പില് ശോഭാ സുരേന്ദ്രൻ എംപി ആകുന്നതോടൊപ്പം തന്നെ നരേന്ദ്രമോദി മൂന്നാമതും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുക തന്നെ ചെയ്യും. ये चुनाव भारत को दुनिया में तीसरे नंबर की इकोनॉमी बनाने का चुनाव है। ഈ തെരഞ്ഞെടുപ്പ് ഭാരതത്തെ ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കുന്നതിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. ये चुनाव 3 करोड़ लखपति दीदी बनाने का चुनाव है। അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിലൂടെ ഏതാണ്ട് 3 കോടി സഹോദരിമാരെ ലക്ഷപതികളായിട്ട് മാറ്റുന്ന തെരഞ്ഞെടുപ്പാണ്. ये चुनाव एग्रीकल्चर, मैन्युफैक्चरिंग और टेक्नोलॉजी तीनों फील्ड में भारत को दुनिया में नंबर 1 बनाने का चुनाव है। അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കാർഷിക രംഗത്തും ഉൽപാദന രംഗത്തും കാറ്റലോഗിന്റെ രംഗത്തും 3 രംഗത്തും ഈ ഭാരതത്തെ ഒന്നാമതാക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ്. ये चुनाव चंद्रयान, मंगलयान और आदित्ययान को सफल करने का चुनाव है। ഈ തെരഞ്ഞെടുപ്പ് ചന്ദ്രയാനെയും മംഗൾയാനെയും അതുപോലെ തന്നെ ആദിത്യയാനെയും യാഥാർത്ഥ്യമാക്കുന്ന തെരഞ്ഞെടുപ്പാണ്. और ये चुनाव केरल को हिंसा से मुक्त करने का भी चुनाव है। അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരളത്തെ അക്രമത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ये सो कॉल्ड इंडी अलायंस अब पूरा एक्सपोज हो चुका है। इंडी अलायंस के 2 घटक कम्युनिस्ट और कांग्रेस दिल्ली में तो एक मंच पर आते हैं, केरल और बंगाल में आमने सामने लड़ते हैं। इनकी ये लड़ाई नकली लड़ाई है। कम्युनिस्ट और कांग्रेस के बीच में इलू इलू चल रहा है। संभल कर रखना केरल वालों। അതുപോലെ തന്നെ ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നവര് അവരെന്താണ്? അവരൊരു കാപട്യത്തിന്റെ ആൾക്കാരാണ്. ഇതിന്റെ 2 ഘടകങ്ങള് കോൺഗ്രസ് അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാര് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കടിക്കുന്നു എന്നവര് കാണിക്കുന്നു. എന്നാൽ അവര് ഡൽഹിയില് ഒരു സ്റ്റേജിലിരിക്കുന്നു, ബംഗാളിലും അവര് തമ്മിലടിക്കുന്നു എന്ന് അവര് കാണിക്കുന്നു. ഇവര് 2 പേരും ജനങ്ങളെ ഒരുമിച്ച് നിന്ന് കബളിപ്പിക്കുന്ന ആൾക്കാരാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. मुझे बताओ भाइयों, पीएफआई पर बैन रहना चाहिए या नहीं रहना चाहिए? PFI നിരോധിക്കണമോ വേണ്ടയോ നിങ്ങൾ പറയൂ. जरा जोर से बोलो, पीएफआई पर बैन रहना चाहिए या नहीं रहना चाहिए? PFI നിരോധിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാൻ ये कम्युनिस्ट और कांग्रेस पार्टी
पीएफआई का समर्थन लेते हैं। एक कांग्रेस पार्टी, एसडीपीआई ने कांग्रेस पार्टी को समर्थन दिया और कम्युनिस्ट पार्टी भी पीएफआई के बैन पर मौन है। मैं केरल की जनता को कहने आया हूं, नरेंद्र मोदी जी को प्रधानमंत्री बनाइए। पीएफआई के त्रास से नरेंद्र मोदी जी पूरे देश को सुरक्षित करना चाहते हैं। भाइयों, सुरक्षित करना चाहते हैं।